അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നിരന്തരമായി ഇത്തരം വീഡിയോകൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. തീർച്ചയായും ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അല്പമെങ്കിലും ധനം സമ്പാദിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ധനം ഉണ്ടാക്കാൻ അത് പ്രേരണയായാൽ, അത് കാരണമായാൽ, അത് നല്ല ഒരു കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ എത്ര സമ്പത്ത് കിട്ടിയാലാണ് സംതൃപ്തി ഉണ്ടാവുക എന്ന്. എത്ര കിട്ടിയാലും മതിയാവാത്ത ഒന്നാണ് ധനം എന്നാരും ധരിച്ചു വെക്കണ്ട. ഒരു വ്യക്തിക്ക് ഏകദേശം 54 ലക്ഷം രൂപ ഒരാൾക്ക് എല്ലാ കൊല്ലവും ലഭിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം സംതൃപ്തി ഉണ്ടാകും എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. മുമ്പൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു, പണം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല. പണം എന്തിനാണ്? പണം കൊണ്ടൊന്നും സാധ്യമല്ല, ഒന്നും നേടാൻ സാധിക്കില്ല, സന്തോഷം കിട്ടില്ല എന്ന്. നേരെ മറിച്ച് പണമുള്ള ആളുകൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവും. പല കാര്യങ്ങളും, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പണം വേണം. ഇസ്സത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം അത്യാവശ്യമാണ്. അപ്പോൾ പണമില്ലാത്ത ആളുകൾക്ക് സമൂഹത്തിൽ ഒരു വിലയും നിലയും കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ഉള്ളത്. അപ്പോൾ ഹലാലായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പണമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക പ്രയാസമാണ്. അപ്പോൾ പണം ലഭിക്കുന്നതിന് വേണ്ടി 4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി നമ്മുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥന? ഈ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാം തികഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആഖിറവും കിട്ടി, അതുപോലെ തന്നെ ദുനിയാവും കിട്ടി, രണ്ടും വേണം. അപ്പം രണ്ടും നന്നാവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അതുപോലെ തന്നെ ഖബറിലെ അദാബിനെ തൊട്ടും അതുപോലെ തന്നെ നരകശിക്ഷയെക്കുറിച്ചും ഒക്കെ നമുക്ക് പ്രയാസങ്ങളില്ലാതെ ദൂരീകരിക്കാൻ നമുക്കിത് അത്യാവശ്യമാണ്, ഈ ദുആ. അപ്പോൾ 4 കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥന എല്ലാത്തിനും നല്ലതാണ്. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൻ ജദ്ദ വജദാണ്. നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക. അധ്വാനിക്കാതെ ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അധ്വാനിച്ചു കൊണ്ടിരിക്കുക, ആത്മാർത്ഥമായി നമ്മൾ അധ്വാനിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് പണം ലഭിക്കുകയുള്ളൂ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലി ഇരുന്നാൽ മാത്രം പോരാ. നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുകയും വേണം. ഇനി അതിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ ഈ കാര്യം കൂടി ചെയ്യുക. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു കാര്യമാണ് യാ ഓനിയു യാ മോനി എന്നുള്ളത്. യാ ഓനിയു യാ മോനി. ഇത് നിങ്ങളെല്ലാവരും എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ എല്ലാ നിസ്കാരാനന്തരവും നിങ്ങൾ ചൊല്ലുക.
തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നമ്മളെ സഹായിക്കും തീർച്ചയായും. അതുപോലെ തന്നെ നമുക്ക് ചൊല്ലാവുന്ന നാലാമത്തെ കാര്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നമ്മളെ സമ്പന്നനാക്കുമെന്നാണ്. സമ്പന്നനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലിയ ഉടനെ നമുക്ക് നോട്ടടിച്ച് ആകാശത്തുനിന്ന് വിതരണം ചെയ്യുമെന്നല്ല. അങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിങ്ങൾ ചൊല്ലുന്ന പക്ഷം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സാണോ, നിങ്ങൾ ചെയ്യുന്നത് തൊഴിലാണോ, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ സൽപ്രവൃത്തി, അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അത് കൂടുതൽ വിപുലമാകും, അതിലേക്ക് ബർക്കത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരും. അങ്ങനെ മനസ്സിലാക്കുക. വെറുതെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ആ ചൊല്ലൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രവർത്തനം, നമുക്ക് കയ്യും കാലും കണ്ണും മൂക്കും നാക്കൊക്കെ റബ്ബ് തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയായ രൂപത്തിൽ, പ്രോപ്പറായ രൂപത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ 4 കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ദുആയാണ്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ജദ്ദ വജദ, നമ്മൾ പ്രയത്നിക്കുക, പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, ഹലാലായ മാർഗങ്ങൾ തേടുക. തീർച്ചയായും നമുക്ക് അള്ളാഹു നല്ല വഴി കാണിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾ ചൊല്ലാൻ പറഞ്ഞ ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഒനിയു യാ മോനി എന്നുള്ളത്. അത് ചൊല്ലുക. അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ ദിക്റും നിങ്ങൾ പ്രാവർത്തികമാക്കുക, പ്രയത്നിക്കുക. തീർച്ചയായും പ്രയത്നത്തിന് ഫലം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരട്ടെ. രോഗികളായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷിഫ നൽകട്ടെ, പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കട്ടെ. നമുക്കാർക്കും പ്രയാസകരമായ, ബുദ്ധിമുട്ടേറിയ, മാരകമായ രോഗങ്ങൾ അള്ളാഹു തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. റബ്ബ് നമുക്ക് അതൊക്കെ മാറ്റിത്തരാൻ കഴിവുള്ളവനാണ്. അള്ളാഹു ഷിഫ നൽകുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈമാനിനോ വിശ്വാസത്തിന് യാതൊരു കളങ്കവും കൂടാതെ ജീവിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.